മലയാളത്തിലെല്ലാം ഫുള്ള് വർത്തമാനം പറയുന്നത്. ഞാൻ ചെങ്ങനെ മലയാളം പഠിച്ചേക്കുമ്പോൾ പുള്ളി പറയുന്നത് സിനിമ ഉണ്ട്, മലയാള സിനിമ കണ്ടിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. അതൊന്നും ഇല്ലട കയ്യില്ല. ഞാനവിടെ പിള്ളേരുണ്ടാകും കുറേ, അപ്പോൾ ആൾ എത്തോണ്ടേക്ക് എത്തണ്ട്. പക്ഷെ നമ്മളുടെ ഒരു 3 മണിയൊക്കെ എത്തുമ്പോൾ തന്നെ തീ കഴിഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പോയ കേളൻ മധ്യയിലെ ഏരിയയിൽ ഈ വെട്ടിത്തെളിച്ച കാടിന് 4 മൂലയിൽ തീയിടും. ഹായ്, സമയം 2:30 രാവിലെ പുലച്ചക്ക്. ഒരു തെയ്യം കാണാൻ വേണ്ടി പോവേന്ന്. തെയ്യം എന്ന് വെച്ചാൽ നമ്മളെ സാക്ഷാൽ കണ്ടനാർ കേളൻ. ഉറക്കം പറ്റുമെന്ന് പറയാനില്ല അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തളിപ്പുറം എത്തണം. ഇപ്പം 2:30. ഒപ്പം അനിയനുണ്ട്. അപ്പോൾ ഇനി പോകുമ്പം ബാക്കി കാണാം. ഓക്കെ, എക്സൈറ്റിംഗ് ആണ്. ഒരു മിനിറ്റ്, തെയ്യത്തിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ കണ്ടനാർക്കളം തെയ്യത്തിൻ്റെ സ്റ്റോറി അറിഞ്ഞിട്ട് ആ തെയ്യത്തിൻ്റെ വീഡിയോ കാണുന്നത് കുറച്ച് ഉപകാരപ്പെടുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ആ സ്റ്റോറി അറിഞ്ഞതിൻ്റെ തെയ്യത്തിൻ്റെ വീഡിയോ കാണുമ്പം ആ ഫീല് കിട്ടും, എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തതാണ്. പിന്നെ ഈ പണ്ടത്തെ പറയില്ലേ, കഥ അറിയാണ്ട് ആട്ടം കാണുന്ന അത് സംഭവം. അപ്പോൾ സംഭവിച്ചാൽ വയനാട്ടിലെ പൂമ്പനം കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയ കേളൻ മധ്യയിലെ ഏരിയയിൽ ഈ വെട്ടിത്തെളിച്ച കാടിന് 4 മൂലയിൽ തീയിടും. ഈ തീയിൻ്റെ നടുവിലായി പോയ കേളൻ പ്രാണരക്ഷാർത്ഥം ഒരു നടുവിലൊരു മരം ഉണ്ടാവും. ആ മരത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കുക. ഇതേപോലെ തന്നെ ആ കാടിന് നടുവിലുണ്ടായ 2 പാമ്പും ഈ മരത്തിൻ്റെ മുകളിൽ ചാടിക്കയറ്റിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഈ 2 പാമ്പും ഈ കേളൻ്റെ വലത് മാറിലും ഇടത് മാറിലും കൊത്തും. കൊത്തേറ്റ് പെടഞ്ഞുകൊണ്ട് ഈ കേളൻ ഈ തീയിലേക്ക് തന്നെ തിരിച്ചു വീകും. അപ്പോൾ അവിടുന്ന് വയനാട് വേട്ടയ്ക്ക് ഒരു തിരിച്ചു വരുന്ന സാക്ഷാൽ ദേവൻ വയനാട്ട് കുലവൻ ഈ വെന്ത് വെണ്ണീരായി കിടക്കുന്ന കേളനെയും കേളൻ്റെ മാറിലേക്ക് കിടക്കുന്ന 2 പാമ്പിനെയും കണ്ടിട്ടാകുമ്പോൾ ഈ കേളനെ ദൈവക്കരുവായിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി വരുന്നത്. അപ്പോൾ ഇനി ആ വീഡിയോ കാണുമ്പം അപ്പോൾ ഇപ്പോൾ തെയ്യത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ 4 മൂലയിലും കനൽ കൂട്ടിയിട്ടുണ്ടാവും. പിന്നെയാണ് ഈ തീയിലേക്ക് ചാടുന്നതല്ല, അതായത് സങ്കല്പമായിട്ട് അങ്ങനെ വരുന്നത്. ഇതൊന്ന് വീഡിയോ ഉണ്ടാക്കാം. ഞാൻ എവിടെ പരിപാടി ചോദിച്ചാലും അവസ്ഥ ചെയ്യുന്നത് സംഭവം. സാധാരണ കേളൻ ഇറങ്ങുന്ന സമയം ഒരു 3:30-4 മണിയാണ്. അത് വെച്ചിട്ട് വന്നതാണ്. പക്ഷെ നമ്മളുടെ ഒരു 3 മണിയൊക്കെ എത്തുമ്പോൾ തന്നെ തീയും കഴിഞ്ഞു. തെയ്യം കഴിഞ്ഞു വെച്ചാൽ ലാസ്റ്റ് നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ തെയ്യം കയ്യിൽ നിന്ന് ഏറ്റവും ലൈറ്റ് ഉണ്ടാക്കുന്നത്, അതായത് എരിയൊന്നും ഇല്ല, ചടങ്ങെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആകെ നിരാശയായി. ഒരു 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് എത്തുന്നത്. അപ്പോൾ ആകെ ഇതായി. പക്ഷേ എങ്കിൽ എന്താ ഇന്ന് തന്നെ 7 സ്ഥലത്ത് തെയ്യമുണ്ട്. 7 സ്ഥലത്ത് ഇത് കേളനുണ്ട് ഈ നാട്ടിൽ, തളിപ്പറമ്പ് ചുറ്റായിട്ട്. അപ്പോൾ ഇവൻ എന്തോ നോക്കുന്നുണ്ട്, വേറെ ഇടയിൽ ഇല്ലെന്ന്. അത് നോക്കിയിട്ട് കിട്ടിയെങ്കിൽ പോവും, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകേണ്ടി വരും. വേറെ നടക്കുമോ? എടുത്തേക്ക് ലൊക്കേഷൻ കിട്ടിയാ? ആ, സ്ഥലം കിട്ടിയിട്ടുണ്ട്. പോയി കിട്ടും നോക്കാം. അവിടെ എത്തുമ്പോൾ അതും കഴിഞ്ഞു അറിയില്ല. നോക്കി തരാം. കയറി. എങ്ങോട്ടേക്ക്? വന്നിടത്ത് അങ്ങോട്ടാ? ഇത്തവണ വിജയിച്ചോ എന്ന് വെച്ചാല് ഇപ്പൊ പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് അടിയോടിത്തറ റോഡാണ്. നമ്മൾ ആദ്യം പോയത് മംഗലശ്ശേരി വേറെ ഏത് സ്ഥലത്താണ്. ഇവിടെ തെയ്യം തുടങ്ങാൻ ഒരു 1/2 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വീടാൻ കുറച്ച് നേരത്തെ എത്തി, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തെയ്യത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ.
അപ്പോൾ ഇതാണ് സാക്ഷാൽ കണ്ടനറക്കളർ തെയ്യം. പിന്നെ അല്ല ആളുണ്ടായതിന് വിചാരിച്ച പോലെ എനിക്കൊന്ന് കമ്മിറ്റിക്കാർ മനഃപൂർവ്വം തന്നെ അധികം പബ്ലിസിറ്റി കൊടുക്കാത്തതാണ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ക്യാമറയും കൊണ്ടെല്ലാം ക്രൗഡ് കൂടുന്നുണ്ടാകുന്ന എനിക്കറിയില്ല. കുറച്ച് ഇത് കുറവുണ്ടായിന്, അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് പണിയുണ്ടായിന്. പിന്നെ എൻ്റെ സിദ്ധാർത്ഥൻ ഉണ്ടായി, സിദ്ധാർത്ഥൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു ഇന്നലെ എടാ തെയ്യം കാണാൻ പോവാൻ വരുന്ന ചോദിച്ചു. അപ്പോൾ അവനില്ല കയ്യിന്നില്ല പറഞ്ഞു. പിന്നെ എടാ വാട അടുത്തല്ല തളിപ്പറമ്പല്ല പോയിട്ട് വരാണ്. അവന് ഇല്ല കയ്യില്ല. ഞാനവിടെ പിള്ളേരുണ്ടാകും കുറേ. അപ്പോൾ ആൾ എത്തുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ഹോമീസ്. പിന്നെ അപ്പോൾ ഇത്രയല്ലേ വീഡിയോ. പിന്നെ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തി വെച്ചാൽ ഒരു വിഘ്നേഷ് പറഞ്ഞ ചെങ്ങ ഉണ്ടായി. ജസ്റ്റ് പരിചയപ്പെട്ടു, നല്ലോണം മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങ കന്നഡക്കാരനാണ്. തെയ്യം കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. അവിടെ ലീവ് എടുത്തിട്ട് ഇല്ല ജോബ് ലീവ് എടുത്തിട്ട് തെയ്യം കാണാൻ വേണ്ടി മാത്രം വണ്ടി ആക്കിയിട്ട് വന്നത്. അപ്പോൾ ഒരിപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, കണ്ണൂർ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് അവനെ പരിചയപ്പെട്ടു. മലയാളത്തിലെല്ലാം ഫുള്ള് വർത്തമാനം പറയുന്നത്. ഞാൻ ചെങ്ങനെ മലയാളം പഠിച്ചേക്കുമ്പോൾ പുള്ളി പറയുന്നത് സിനിമ ഉണ്ട്, മലയാള സിനിമ കണ്ടിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയില്ലോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ അപ്പുറം അനിയനുണ്ട്, ഒരു ഹായ് പറയോ. അപ്പോൾ ഇത്രയില്ലോ. ഓക്കെ ബൈ. നല്ല സൺറൈസ് ഉണ്ട്. സൺറൈസ് ഓക്കെ അല്ലേ. ബൈ ബൈ ബൈ. ദൈവമെന്നെ